ബുഖ്ഹൗസൻ, ജർമ്മനിയിലെ സുന്ദരമായ ഒരു ഗ്രാമം. ഈ പേര് നമ്മിലധികം പേരും ഓർക്കുകയില്ലായിരിക്കാം. എന്നാൽ ഈ ഗ്രാമത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട്. സന്യാസവ്രതം ചെയ്തിട്ടില്ലെങ്കിലും ഞാനൊരു CMI ആണെന്ന് പറഞ്ഞ പരേതനായ നമ്മുടെ ഹെർബർട്ട് ക്രിങ്ങെ അച്ഛൻ. വെറും 1500 മനുഷ്യർ അധിവസിക്കുന്ന ഈ ഗ്രാമം നമ്മുടെ സഭയെ, പരിശീലന ഭവനങ്ങളെ എത്രമാത്രം സാമ്പത്തികമായി സഹായിച്ചു എന്നോർക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെ സഭയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ക്രിങ്ങെ അച്ഛൻ. അച്ഛൻ്റെ 3ാം ചരമവാർഷികത്തിൽ ജർമ്മനിയിലെ നമ്മുടെ വളരെയധികം അച്ഛന്മാർ ഈ ഗ്രാമത്തിൽ ഒരുമിച്ചുകൂടി വിശുദ്ധ ബലി അർപ്പിക്കുകയും ശവകുടീരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ക്രിങ്ങച്ചൻ്റെ 3ാം ചരമവാർഷികം പ്രമാണിച്ച് CMIക്കാരായ നമ്മൾ ഏകദേശം 18 പേരോളം ഇവിടെ വരികയും അദ്ദേഹത്തിന് വേണ്ടി ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇത്രയും പേര് ഒന്നിച്ചു കൂടിയതിൽ അദ്ദേഹത്തിന് അതിയായ സന്തോഷം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹത്തിൻ്റെ ഖബറിടത്തോട്, അദ്ദേഹത്തിൻ്റെ ഈ ഇടവകയോട് ഏറ്റവും അടുത്ത് താമസിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഇവിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിങ്കിൽ പലപ്പോഴും വരാറുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. യൂറോപ്പിൽ ലോഹ ധരിക്കുന്ന വൈദികർ സാധാരണയായി ധരിക്കുക കറുത്ത ലോഹയാണ്. വെള്ളലോഹ മാർപ്പാപ്പയുടെ ചിഹ്നമാണ്. എന്നാൽ ജർമ്മനിയിൽ പ്രത്യേക അവസരങ്ങളിൽ വെള്ള ഉടുപ്പ് ധരിക്കുന്ന ഒരു കർദിനാളുണ്ട്, കൊളോൺ കർദിനാളായ യോവാഹിം മൈസനർ. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ തയ്പ്പിച്ച് നൽകിയ കേരളീയ ലോഹ കേരളത്തിൽ നിന്നുള്ള പ്രത്യേക അതിഥികളെ സ്വീകരിക്കുവാനായി ഇന്നും അദ്ദേഹം ധരിക്കാറുണ്ട്. കൊളോൺ രൂപതയിൽ ജോലി ചെയ്യുന്ന 23 CMI വൈദികർക്ക് കർദിനാൾ മൈസനർ ഒരു നല്ല സുഹൃത്തും പിതാവും ഇടയനുമാണ്. എന്നും വളരെ സൗഹൃദമായി സ്നേഹത്തോടെ പെരുമാറുന്ന പിതാവ് കൊളോണിലെ CMI അച്ഛന്മാരുടെ സൗഹൃദത്തിലേക്ക് ഒരു ദിവസം വരികയുണ്ടായി. അഗസ്തീനോസ് പുണ്യവാന്റെ തിരുനാൾ ദിവസം അഗസ്തീനുൽ പള്ളിയിൽ വെച്ച് നടത്തിയ ഈ സൗഹൃദ സംഗമം തികച്ചും ഒരു നല്ല അനുഭവമായിരുന്നു. Das war genau vor einem Jahr, das ist meine erste Begegnung mit dem Kardinal in Siegburg bei dem Treffen von den Ordensvertretern. Karrieredenken und Chefgebaren. Einige deutsche Mitglieder in verantwortlichen Positionen haben teilweise Ausnahmen wie das Verhalten in einer weltlichen Firma angenommen. Was wünschen wir? Wir wünschen uns eine deutliche Rückbesinnung auf unsere Weltkirche, die allumfassende katholische Kirche in Menschlichkeit und Brüderlichkeit. Danke für Ihre Aufmerksamkeit. Ihnen, lieber Herr Kardinal, herzlichen Dank für Ihre brüderliche Haltung uns gegenüber, Ihren unermüdlichen Einsatz für Verständnis und gegenseitigen Austausch. Wir wünschen Ihnen weiterhin alles Gute, Gesundheit. Gottes Segen. Wir bitten Sie um Ihren bischöflichen Segen für unsere weitere seelsorgliche Tätigkeit. Danke. Ich danke Ihnen sehr für diese interessante Bilanz. Kann ich mir die schriftlich mitnehmen? Ja, danke. Ich fange mal gleich beim letzten an. Als noch der alte Generalvikar da war, habe ich ihn eines Tages gesagt, weißt du was? Wir nehmen uns das Neue Testament und ich nehme Streichhölzer und zünde das Generalvikariat an und dann gehen wir auf die Rheinwiesen und fangen ganz wieder neu an, der ganze Apparat und die ganze Bürokratie, die brennen. Und dann habe ich gesagt, aber wir müssen über katholisch bleiben, wir müssen auch den Kodex mitnehmen. Das sind wir auch, das Generalvikariat stehen lassen. Und wir erfahren in all diesen Jahren, dass wir die
indischen Karmeliter einen besonderen Platz in ihrem Herzen haben. Und dass wir tief und intensiv ihre väterliche und mitbrüderliche Liebe und Sorge erfahren können. Und dafür möchten wir Ihnen im Namen unserer Ordensgemeinschaft und im Namen unserer Ordensmitbrüder hier ganz, ganz herzlich danken. വർഷം രക്തസാക്ഷികളുടെ ചുടുനിണം വീണാണ് സഭ വളർന്നതെങ്കിലും രക്തസാക്ഷികൾ സ്വർഗത്തിൽ നിന്ന് നമുക്ക് ശക്തി പകരുമെന്ന വിശ്വാസം ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട തോമസ് പാണ്ടിപ്പിള്ളിയച്ചൻ്റെ ദാരുണ മരണം എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളവർക്ക്, കൂടെ താമസിച്ചിട്ടുള്ളവർക്ക്. തുടർന്ന് ഒറീസയിൽ നടന്ന സംഭവങ്ങളും ആരെയും ഞെട്ടിക്കുന്നതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുവാനുമായി കൊളോണിലെ ഇന്ത്യൻ സമൂഹം സെപ്റ്റംബർ 7-ാം തീയതി ഞായറാഴ്ച ഒരുമിച്ച് കൂടുകയും ദിവ്യബലി അർപ്പിക്കുകയും ഉണ്ടായി. സ്നേഹമുള്ളവരെ, പാണ്ടിപ്പിള്ളിയച്ചനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ മിഷണറി തീഷ്ണത, അദ്ദേഹത്തിന്റെ എല്ലാ രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ രംഗങ്ങളിലും പ്രകടമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ കഴിവുകൾ നന്നായി പാടും, പ്രത്യേകിച്ച് ഹിന്ദി ഭജൻസ്, അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഓർഗൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. വീണ്ടും നല്ലൊരു നടനായിരുന്നു. അതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അത് കായികമായിക്കോട്ടെ ഏത് രീതിയിലും പഠന കാര്യത്തിലായിക്കോട്ടെ വളരെ കഠിനാധ്വാനം ചെയ്തൊരു വ്യക്തി.